രാവിലെ റിലാക്സ്ഡ് ആയിട്ട് എണീറ്റതിന് ശേഷം റൈഡിങ് ഗിയേഴ്സൊക്കെ വെയർ ചെയ്ത് നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകാൻ വിചാരിച്ച് നോക്കുന്ന സമയത്ത് ഹോട്ടലിൽ അവിടെ ആരും കാണുന്നില്ല. ഷട്ടറാണ് താഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നു. ഞാൻ തന്നെ അത് ഓപ്പൺ ചെയ്ത് വണ്ടീൻ്റെ അടുത്തേക്ക് പോയി. ഇന്നലെ നമ്മൾ ഓടിയത് 439 കിലോമീറ്റർ ആണ്. വെൽക്കം ടു ഡേ 2 ഓഫ് കേരള ടു ലഡാക്ക് സോളോ റൈഡ്. അങ്ങനെ ഒരു ചായയും കുടിച്ച് ഒരു മസാല ദോശയും കഴിച്ച് നേരെ വണ്ടി എടുത്ത് റൂട്ടിലേക്ക് ഇറങ്ങി. ഹൈവേയിൽ കൂടെ പോകുന്ന സമയത്ത് ഇതുപോലെ ഇഷ്ടം പോലെ റൈഡേഴ്സിനെ കാണാം. കുറെ പേര് സീറ്റിൽ എന്ത് മോഡിഫിക്കേഷനാണ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എയർ സീറ്റ് അല്ല, ജെൽ സീറ്റ് ആണ്. എയർ സീറ്റ് പാച്ച് ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ജെൽ സീറ്റ് ആണ് ഞാൻ വെച്ചത്. ഇത് ഇല്ലാതെയും കുറച്ച് ദൂരം ഞാൻ ഓടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കംഫർട്ടിൽ വ്യത്യാസമുണ്ടായിരുന്നു. ഇത് വെച്ച് ഓടിക്കുന്ന സമയത്ത് ഒരു ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ലിങ്ക് വേണമെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി. അങ്ങനെ ഫസ്റ്റ് ഉള്ള നമ്മളെ ടണൽ പാസേജും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയ സമയത്ത് നല്ല സ്പ്രേ അടിക്കുന്ന രീതിയിലുള്ള മഴ കിട്ടി. നമ്മുടെ വണ്ടിക്ക് നല്ല രീതിയിൽ വൃത്തിയായിട്ട് വാട്ടർ വാഷ് ചെയ്ത പോലെയായി. ഇതുവരെ ഒരു പണിയും കിട്ടില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ച് പോകുന്ന സമയത്ത് കർണാടക മഹാരാഷ്ട്ര ബോർഡർ ആണെന്ന് തോന്നുന്നു. ഇതും ക്രോസ് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയിട്ടേ ഉള്ളൂ. ഫസ്റ്റ് പണി കിട്ടി. ഹാൻഡിൽ ബാർ റൈസർ വെച്ചിട്ട് ഹാൻഡിലിന്റെ ഹൈറ്റ് കൂട്ടിയത് കാരണം വയർ ചെറിയ രീതിയിൽ വലിഞ്ഞിട്ടായിരുന്നു ഉള്ളത്. പക്ഷെ അത് ഓരോ ടേൺ എടുക്കുന്ന സമയത്ത് ഒരഞ്ഞൊരഞ്ഞ് പൊട്ടാൻ വേണ്ടി തുടങ്ങി. നൈസായിട്ട് ഒരു ഇൻസുലേഷൻ ടേപ്പ് വാങ്ങിയിട്ട് അത് ഫുള്ള് റോൾ ചെയ്ത് ചുറ്റി തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ കുറച്ച് നല്ല ഫ്രഷ് പേരക്ക കണ്ട സമയത്ത് ഈ ചേട്ടനെടുത്തുന്ന 2-3 പേരക്ക വാങ്ങി നമ്മുടെ ടാങ്ക് ബാഗിന്റെ അകത്തേക്ക് വെച്ചു. മൂപ്പരെ കണ്ണ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മൂപ്പർക്ക് ഇതുപോലെ വണ്ടി കയറ്റി പോകാനുള്ള ആഗ്രഹം ഉണ്ടെന്ന്. വണ്ടിന്റെ ഡീറ്റെയിൽസും എങ്ങനെയാ എങ്ങോട്ടാ പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് വർത്താനം പറഞ്ഞ് വിടുന്നില്ല അവിടെ. അങ്ങനെ ഓക്കെ ബയ്യ ബായ് എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്ത് ഞാൻ പോവാൻ നേരത്താണ് മൂപ്പർ ക്യാമറ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഒരു 5:30-6 മണി ആവുന്ന സമയത്ത് മെല്ലെ വണ്ടി സൈഡാക്കിയിട്ട് നമ്മൾ പോകുന്ന റൂട്ടിൽ എവിടെയൊക്കെ ഹോട്ടൽസ് ഉണ്ടെന്നുള്ളത് ജസ്റ്റ് ചെക്ക് ചെയ്ത് വെക്കും. അഥവാ നല്ല ഡിസ്റ്റൻസിലാണെങ്കിൽ നൈറ്റിൽ റൈഡ് ചെയ്യേണ്ടി വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചെക്ക് ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലെ സോലാപ്പൂർ എന്ന് പറഞ്ഞ സിറ്റിയിലെത്തി. ഇവിടെ അത്യാവശ്യം നല്ല സിറ്റി ആയത് കാരണം നല്ല ഹോട്ടൽസൊക്കെ ലഭിക്കും. ഇവിടെ ഒരു ഹോട്ടൽ എടുത്ത് സ്റ്റേ ചെയ്തു.